Good morning, all. Good morning, ma'am. Good morning. Good morning. Good morning. Okay, ഇത്രയും ദിവസം നമ്മൾ എടുത്തത് വായിച്ചു നോക്കിയിരുന്നോ? കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വായിച്ചു നോക്കിയിരുന്നോ? Human resource management objectives, the supporting functions മായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തില്ലേ? നെക്സ്റ്റ് പാർട്ടിലേക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് HR. ഇമ്പോർട്ടൻസ് ഓഫ് HR നോക്കാം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട ഒരു സബ്സിസ്റ്റം അല്ലെ, ഒരു പ്രധാനപ്പെട്ട ഉപവിഭാഗമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, അസറ്റ് എന്ന ട്രാക്കിലേക്ക് വന്നതിന് ശേഷം ഏത് കമ്പനിയിലാണ് വലിയൊരു വിഭാഗമായിട്ട് തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സബ്സിസ്റ്റമായിട്ട് തന്നെ HR ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. സോ നമുക്കറിയാം, ആ ഡയഗ്രത്തില് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. മാനേജ്മെന്റ് സബ്സിസ്റ്റം അത് പല വിഭാഗങ്ങളുമായിട്ട് നേരിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഫിനാൻസ് സബ്സിസ്റ്റം, ടെക്നിക്കൽ സബ്സിസ്റ്റം, മെറ്റീരിയൽ സബ്സിസ്റ്റം, എംപ്ലോയ്മെന്റ് സബ്സിസ്റ്റം. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സസ് എന്താണോ അവര് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ ആ ടെക്നോളജി ആണെങ്കിലും ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സാധനങ്ങളെല്ലാം തന്നെ പർച്ചേസ് ചെയ്ത് അവരുടെ കൈകാര്യം ചെയ്തതെല്ലാം തന്നെ ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതനുസരിച്ചിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിന് മതിയായ രീതിയിലുള്ള സാലറി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നതിന് ആ ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ മുതൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അവൈലബിൾ ആക്കുകയായിട്ട് എന്താണ് അവിടെ HR ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ എഫിഷ്യന്റ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സസ് അവിടെ കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസുകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കമ്പോളത്തിലും മാർക്കറ്റിലും അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് അല്ലെ, സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും കൺസ്യൂമേഴ്സ് അതുമായി ബന്ധപ്പെട്ടും റിലേറ്റ് ചെയ്തിരിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഫേമില്, ഒരു കമ്പനിയിൽ നല്ല എഫക്റ്റീവായിട്ട് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബെറ്റർ റിസൾട്ട് നേടി ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ജസ്റ്റ് ഒരു ഡയഗ്രാം കാണിച്ചിട്ടേ ഉള്ളൂ. HRM എന്ന് പറയുന്നത് ഒരു സബ്സിസ്റ്റം ആയിട്ടാണ് ഏതൊരു ഓർഗനൈസേഷനിലും അത് ഡീൽ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതിലെല്ലാം തന്നെ അല്ലെ, ഇങ്ങനെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നിട്ട് അതില് മെയിൻ ആയിട്ടുള്ള ഒരു സബ്സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഓർത്ത് വെക്കുക, HRM ആണ് മെയിൻ സബ്സിസ്റ്റമായിട്ട് അവിടെ പ്രധാനത്തിൽ കൂടി കൈകാര്യം ചെയ്യാൻ. സോ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. എല്ലാവരും നേരത്തെ കയറാനൊക്കെ നോക്കട്ടെ. നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് കുട്ടികളെ കയറുന്നവർ പരാതി പക്ഷേ റെക്കോർഡ് ക്ലാസ് കഴിക്കാനായിരിക്കും എന്റെ ക്ലാസ് ചെയ്തിട്ടല്ലേ. ഓക്കെ, സൗണ്ട് ഓക്കെ ആണോ? ഇത്തിരി ചാനൽ ഇച്ചിരി സൗണ്ട് ഉണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
ഓക്കെ, അപ്പൊ എല്ലാവരും സമയത്തിന് കയറാം. പൊതുവെ ഇതില് കുറച്ച് കുട്ടികളുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അത് മെയിനായിട്ട് ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് കേൾക്കാനായിരിക്കും. എനിവേ പരമാവധി നമ്മളെ ക്ലാസ്സിൽ തന്നെ കയറി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് നോക്കുന്നത് നമുക്കറിയാം ഇവിടെ HRM എന്നുള്ളത് സബ്സിസ്റ്റം ആണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് കണ്ടു. സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ മാർക്ക് ചെയ്ത് പോവാട്ടോ, നോട്ട് ചെയ്ത് പോകേണ്ട കാര്യങ്ങൾ. എനിക്കത് കൃത്യമായിട്ട് കാണിച്ചു തരാനായിട്ട് പറ്റുന്നില്ല, സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടേക്ക് വേണ്ടി നോക്കാം. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫിഗർ ഫസ്റ്റ് വൺ HRM ആസ് എ സെൻട്രൽ സബ്സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ സെൻട്രൽ സബ്സിസ്റ്റം ഒരു ഓർഗനൈസേഷന്റെ സെൻട്രൽ സബ്സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് വെക്കണം. എന്താണ് സെൻട്രൽ സബ്സിസ്റ്റം എന്ന് പറയുന്നത്? സെൻട്രൽ സബ്സിസ്റ്റം അല്ലെ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്താ പഠിച്ചത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? HR ആണോ? ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ബാക്കിയെല്ലാം അതിനെ റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, നല്ല എഫക്റ്റീവ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സസ് അവിടെ ആക്റ്റീവ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കറിയാം അതിനനുസരിച്ചിട്ട് ആ ഒരു ഓർഗനൈസേഷന് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഫിനാൻസ് ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും നല്ല മാർക്കറ്റിംഗ് ആണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്ത് നേടിയെടുക്കണമെങ്കിൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സബ്സിസ്റ്റം അവിടെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് പോകണം. Okay, then നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് as the central subsystem, HRM interacts closely and continuously with all other subsystem of an organization. The quality of people in all subsystems depends largely upon the policies, programs and the practices of the HRM subsystem. Okay, തീർച്ചയായിട്ടും അപ്പൊ നമുക്കറിയാം നല്ല രീതിയിൽ HRM അല്ലെ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസ് കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിലുള്ള അല്ലെ ലാർജ്ലി പോളിസി, നല്ല നിയമങ്ങൾ അല്ലെ, നല്ല തരത്തിലുള്ള നിയമങ്ങൾ അല്ലെ, നല്ല പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്തിട്ട് എംപ്ലോയീസിന് കൊടുക്കണം. നല്ല പ്രാക്ടീസുകൾ അല്ലെ, പരിശീലനങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഓരോ എംപ്ലോയിയും അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനോടൊപ്പം തന്നെ മുന്നേറാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ സബ്സിസ്റ്റമായിട്ട് നിലനിൽക്കുന്നു പോകുന്നത് HRM ആണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക HRM ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെതായിട്ടുള്ള റോൾ ഉള്ളത് കൊണ്ടാണ് അല്ലെ. അതായത് നല്ല രീതിയിലുള്ള പോളിസികൾ, പ്രോഗ്രാംസ്, പ്രാക്ടീസുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോ അതെല്ലാം തന്നെ HRM സബ്സിസ്റ്റമായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകേണ്ടതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ the quality of a human resource determines in turn the success of an organization. ഓക്കെ, നല്ല ഗുണമേന്മയുള്ള എംപ്ലോയീസ് ആണെങ്കിൽ എന്താ പ്രത്യേകത? ഓർഗനൈസേഷന് വിജയിക്കാൻ സാധിക്കും അല്ലേ. അതായത് ഓർഗനൈസേഷൻ നല്ല എഫിഷ്യന്റ് ആക്കി മാറ്റണമെങ്കിൽ നല്ല രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സിന്റെ വിനിയോഗം അവിടെ ഉണ്ടാവും അല്ലെ. ഇൻ കേസ് നമ്മളൊരു മെഷീൻ അവിടെ സ്ഥാപിച്ചത് കൊണ്ട് ഒരുപാട് ഫണ്ട് അവിടെ ചെലവഴിച്ചത് കൊണ്ട് മാത്രം നമുക്ക് നല്ല റിസൾട്ട് ഏൺ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അവിടെയുള്ള ഹ്യൂമൻ ബീയിങ് നല്ല എഫിഷ്യന്റ് ആയിട്ട് ആ യന്ത്രത്തിനെ നല്ല പരമാവധി യൂട്ടിലൈസേഷൻ നടത്തുകയും അല്ലെങ്കിൽ ഉള്ള ഫണ്ടിനെ നല്ല രീതിയിൽ യൂട്ടിലൈസേഷൻ നടത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നേറിയാലാണ് ഓർഗനൈസേഷന്റെ റിസൾട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ മനസ്സിലാക്കുക, the quality of human resources determine in turn the success of an organization. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലെ. ആരുടെ ക്വാളിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആരുടെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓക്കെ, ഹ്യൂമൻ റിസോഴ്സസിന്റെ അല്ലെ, അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്ങിന്റെ അവിടെയുള്ള എംപ്ലോയീസിന്റെ റിസോഴ്സസിൽ അവരുടെ ഗുണമേന്മയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ the importance of HR can be discussed at 4 levels: corporate, professional, social and national. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇമ്പോർട്ടൻസ് ഓഫ് HRM ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 4 ലെവൽസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെ ലെവൽസ് ആണെന്നാ പറയുന്നത്? കോർപ്പറേറ്റ്, പ്രൊഫഷണൽ, സോഷ്യൽ ആൻഡ് നാഷണൽ.
ഓക്കെ, അത് ഗുപ്ത 1997 അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഈ ഇമ്പോർട്ടൻസ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് പ്രാധാന്യം അറിയിക്കുന്നത് 4 ലെവലുകൾ കൈകാര്യം ചെയ്ത് പോകുമ്പോഴാണ്. നോക്കുക, എന്താണ് സിഗ്നിഫിക്കൻസ് ഫോർ എ കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ സെൻട്രൽ സബ് സിസ്റ്റം ആയിട്ട് കൈകാര്യം ചെയ്യുന്ന HRM ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതിൽ HRM അത്രയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ ബെറ്റർ പോളിസികളും പ്രോഗ്രാംസും പ്രാക്ടീസ് ഒക്കെ HRM ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് അത് നല്ലൊരു സബ് സിസ്റ്റം ആവുന്നത്. ദെൻ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കി എന്താണ്, ക്വാളിറ്റി ഉള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഓർഗനൈസേഷന്റെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. വീണ്ടും ഇമ്പോർട്ടൻസ് 4 ലെവൽസ് ആണ് നമ്മൾ കണ്ടു. അത് ഏതൊക്കെ ലെവൽസ് ആണ്? ഫസ്റ്റ് വൺ കോർപ്പറേറ്റ്, പ്രൊഫഷണൽ, ദെൻ സോഷ്യൽ ആൻഡ് നാഷണൽ. ഓക്കെ, ദെൻ സിഗ്നിഫിക്കൻസ് ഫോർ എ കോർപ്പറേറ്റ്. എന്താണ് സിഗ്നിഫിക്കൻസ് ഫോർ എ കോർപ്പറേറ്റ് എന്ന് പറയുന്നത്? Human resource management can help an enterprise in achieving its goals more efficiently and effectively in the following ways. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. പലതരത്തില് നല്ല ഫലപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല കാര്യക്ഷമമായിട്ട് അവിടുത്തെ ഹ്യൂമൻ ബീയിങ് കൈകാര്യം ചെയ്യണമെങ്കിൽ പലതരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു കോർപ്പറേഷൻ അല്ലെ, ഒരു ഒത്തൊരുമ തീർച്ചയായിട്ടും അവിടെ ആവശ്യമായിട്ട് വരുന്നു. ഫസ്റ്റ് വൺ പറയുന്നത് അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ദ നെസസറി ടാലന്റ് ത്രൂ എഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഓറിയന്റേഷൻ, കോമ്പൻസേഷൻ ആൻഡ് പ്രൊമോഷൻ പോളിസീസ്. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചു പോയതാണ് അല്ലേ? ഓക്കെ, നമുക്കറിയാവുന്നതാണ്. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, അവിടെ നന്നായിട്ട് തന്നെ അവര് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ പ്രധാനമായിട്ടും നമുക്കറിയാം വേക്കൻസി എന്താണോ വേക്കൻസിക്ക് അനുയോജ്യമായ രീതിയിലുള്ള എംപ്ലോയീസിനെ കണ്ടെത്തണമെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും അല്ലെ. മാൻ പവർ പ്ലാനിങ് അവിടെ ആവശ്യമാണ്. ദെൻ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള മാൻ പവർ പ്ലാനിങ് ആവശ്യമായിട്ട് വന്നാൽ ദെൻ അതിനനുസരിച്ചിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തണം അല്ലെ. ഫൈൻഡിങ് ദ എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ചെലവ് കുറഞ്ഞ എന്നാൽ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്താനായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അവിടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ദെൻ റിക്രൂട്ട്മെന്റ് വഴി നമുക്കറിയാം ഒരുപാട് എംപ്ലോയീസ് അവിടെ അപേക്ഷകൾ സമർപ്പിക്കുന്നു. ദെൻ അതിൽ നിന്ന് ബെസ്റ്റ് വണ്ണിനെ നമ്മൾ ചൂസ് ചെയ്യണം അല്ലെ. സെലക്ഷൻ പ്രോസസ്സ് അവിടെ ഹാൻഡിൽ ചെയ്യണം. ദെൻ സെലക്ഷൻ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്താൽ മാത്രം പോരാ, നല്ല രീതിയിൽ അവരെ പ്ലേസ്മെന്റ് നിർവഹിച്ച് തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ എംപ്ലോയി ഒക്കെ ആണെങ്കിൽ അല്ലെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് പാക്കേജ് അല്ലെ, ഓറിയന്റേഷൻ ടൈമിലൊക്കെ ആ ഒരു കമ്പനിയോട് പൊരുത്തപ്പെട്ട വിധത്തില് ഫാക്ടറി ഓർഗനൈസേഷൻ ഫേം എന്താണോ അതിനോട് അനുയോജ്യമായ രീതിയിലേക്ക് ആ എംപ്ലോയിയെ മാറ്റിയെടുക്കാനായിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എംപ്ലോയി ആ ഓർഗനൈസേഷനോട് പൊരുത്തപ്പെട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒരു സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ അല്ലെ, ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവരുടെ വർക്കുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിലാണ് എങ്കിൽ കോമ്പൻസേഷനുകളൊക്കെ വാഗ്ദാനം ചെയ്യണം. ഓക്കെ, അതല്ലേ കോമ്പൻസേഷൻ എന്നൊക്കെ പറയുന്നത്? ശരിയല്ലേ? ഓർത്തു പോകുന്നില്ലേ എല്ലാ കാര്യങ്ങളും? എന്താണ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഓറിയന്റേഷൻ ഒക്കെ ക്ലിയർ ആണ്. അതിന്റെ പ്രൊമോഷൻ പോളിസീസ് തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവരെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർ നല്ല എഫിഷ്യന്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം പ്രൊമോഷൻ ഒക്കെ അല്ലെ അവിടെ കുറച്ചും കൂടി മേൽ തട്ടിലുള്ള ജോലിയിലേക്കൊക്കെ നിയമനങ്ങളൊക്കെ ഉറപ്പാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഹാൻഡിൽ ചെയ്യണം അല്ലെ. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് എംപ്ലോയീസിനെ കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ തുടക്കം മുതലേ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പോകണം അല്ലെ. വേക്കൻസികൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ജോബ് സ്പെസിഫിക്കേഷൻ അതിന്റെ ജോബ് അല്ലെ അതിന്റെ നമുക്കറിയാം സ്പെഷ്യലൈസേഷനും സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. എന്താണ് ജോലി, ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഒക്കെ വേണമെന്ന് ആദ്യം തന്നെ നിർണ്ണയിക്കണം. ഓക്കെ, ജോബ് അനാലിസിസിലാണ് നമ്മൾ അത് പഠിച്ചു പോയത്. ദെൻ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മാൻ പവർ പ്ലാനിങ് അവിടെ കൈകാര്യം ചെയ്തു പോകുന്നത്. ദെൻ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഓറിയന്റേഷൻ ഇതൊക്കെ നമുക്കറിയാം ചെലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ ഓർഗനൈസേഷന് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കണം കൈകാര്യം ചെയ്ത് പോകേണ്ടത്.
ഓക്കെ, ദെൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണം. ദെൻ ഡെവലപ്പിംഗ് ദ നെസസറി സ്കിൽസ് ആൻഡ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് among the employee to training development performance appraisal etc. ഓക്കെ, നമ്മളെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കോമ്പൻസേഷനും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇൻകേസ് ആ എംപ്ലോയി പെർഫെക്റ്റ് അല്ല എങ്കിൽ അല്ലെ, നല്ല രീതിയിലുള്ള പ്രകടനം ആ എംപ്ലോയി നിന്ന് ലഭ്യമാകുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരിക? എന്തെങ്കിലും ചെയ്തു കൊടുക്കണോ? എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുമോ? എംപ്ലോയിയുടെ ഓക്കെ, അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അവര് നമ്മൾ വിചാരിക്കുന്ന അത്ര എക്സ്പെക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള റിസൾട്ട് അവരുടെ പെർഫോമൻസിൽ വരുന്നില്ല എങ്കിൽ ഇൻ കേസ് അവർക്ക് ചിലപ്പോൾ ട്രെയിനിങ്ങിന്റെ അഭാവത്തോടായിരിക്കാം. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ട്രെയിനിങ് കൊടുക്കണം. ഇൻ കേസ് നമുക്കറിയാം കോമ്പറ്റീറ്റീവ് അല്ലെ, നമുക്ക് നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിനോട് മത്സരിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥാപനങ്ങളൊക്കെ. സോ അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനെ നല്ല അല്ലെ, കേസ് ഏത് തരത്തിലുള്ള സ്കില്ലും അതിന് അനുയോജ്യമായിട്ടുള്ള സ്കില്ല് നോളജ് ഒക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് അല്ലെ, ആ ഒരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാനായിട്ട് വരാൻ സാധ്യതയുള്ള ചലഞ്ചിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ശേഷിയുള്ള എംപ്ലോയി ആക്കി എടുക്കണം. ഓക്കെ, അതിന് നമുക്കറിയാം ഡെവലപ്മെന്റ് പ്രോസസ്സ് കൊടുക്കണം അല്ലെ. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ സ്കില്ല് നോളജ് ഒക്കെ വികസിപ്പിച്ചെടുക്കണം. ഫ്യൂച്ചറിനെയും കൂടി ഫേസ് ചെയ്തിട്ട് അല്ലെ, ഫ്യൂച്ചറിനെയും കൂടി ഫോക്കസ് ചെയ്തിട്ട് അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കണം. പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ നേരത്തെ പറഞ്ഞ പെർഫോമൻസ് അപ്രൈസൽ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തില് അവർക്ക് ട്രെയിനിങ് വേണോ അല്ലെങ്കിൽ കോമ്പൻസേഷൻ വാഗ്ദാനം ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. Okay, then we have securing cooperation of employee through motivation, participation, grievance handling, etc. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിലുള്ള സഹകരണം വേണം അല്ലെ, നല്ല രീതിയിലുള്ള പ്രചോദനം ഉണ്ടാവണം. നല്ല ഐക്യത്തോടു കൂടിയിട്ട് എല്ലാവരും പങ്കാളികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എന്തെങ്കിലൊക്കെ അല്ലെ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ HR ഡിപ്പാർട്ട്മെന്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല അല്ലെ, എംപ്ലോയിനെ സംബന്ധിച്ച് അവിടെയുള്ള ഓരോ എംപ്ലോയിനെ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. അവര് ഇങ്ങോട്ട് അല്ലെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് മുതല് ആ ഒരു കമ്പനിയിൽ നിലനിർത്തി കൊണ്ടുപോയി നല്ല എഫിഷ്യന്റ് ആയിട്ട് റിസൾട്ട് എയിം ചെയ്യുന്നവരേക്കുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൈകാര്യം ചെയ്യണം. അവർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, വീണ്ടും നമുക്ക് നോക്കാം. Utilizing effectively the available human resources. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു സഹകരണത്തോട് കൂടിയിട്ട് മാത്രമാണ് ഉള്ള ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല പരമാവധി എഫിഷ്യന്റ് ആയിട്ട് അല്ലെ എഫക്റ്റീവ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഒരു കൂട്ടർ പറയാണ് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അത് ചെയ്യുള്ളൂ. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര കോൺഫ്ലിക്ട്സുകൾ അല്ലെ, തർക്കങ്ങളൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ള തർക്കങ്ങളൊന്നും ഇല്ലാതെ നല്ല ഐക്യത്തോടു കൂടിയിട്ട് നല്ല യൂട്ടിലൈസേഷൻ നിർവഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉള്ള റിസോഴ്സസിനെ നല്ല ഫലപ്രാപ്തിയായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. സോ അതിന് പ്രത്യേക കഴിവ് HR ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കണം. Then last നോക്കാം, ensuring that enterprises will have in future a team of competent and dedicated employees. ഓക്കെ, നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് എംപ്ലോയീസിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രം പോരാ, ഫ്യൂച്ചറിനെയും കൂടി കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് വേണം. അവർക്ക് അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് പ്രോസസ് ഒക്കെ കൊടുക്കണമെങ്കിൽ മത്സരാധിഷ്ഠിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നാലും നമ്മുടെ ബിസിനസ് നമ്മുടെ ഫേം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ എംപ്ലോയീസിന് നല്ല തരത്തിലുള്ള അറിവും അല്ലെ പലതരത്തിലുള്ള കഴിവുകളൊക്കെ അവർക്ക് കൊടുത്ത് അവരെ പര്യാപ്തമാക്കി നിർത്തണം. എങ്കിലാണ് ഇൻ കേസ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലും അതിനെ ക്യാച്ച് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എംപ്ലോയീസിനെ സാധിക്കുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം ഫസ്റ്റ് പോയിന്റ് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഫോർ എ കോർപ്പറേറ്റ് അല്ലെ, എംപ്ലോയീസിനെ നല്ല രീതിയിൽ സഹകരണത്തോടു കൂടി കൊണ്ടുപോകണം. നല്ല സഹകരണത്തോടു കൂടിയിട്ട് അവരെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഇൻ കേസ് എംപ്ലോയീസ് അട്രാക്ട് ചെയ്യുന്നത് മുതൽ അവരെ അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ അല്ലെ എഫിഷ്യന്റ് ആക്കിയുള്ള വർക്കർ ആക്കി എടുക്കുക. അതിനകത്ത് നല്ല കമ്മിറ്റ്മെന്റും ഇൻകേസ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോമ്പിറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയി ആക്കി എടുക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് സജ്ജമാക്കേണ്ടത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെയാണോ?
ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ ഇതൊരു പോയിന്റ് വെച്ചുകൊണ്ട് ഇത് HR ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യേണ്ട ഡ്യൂട്ടി ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കണോണ്ട് നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുക അല്ലെ. നല്ല രീതിയിൽ എഫിഷ്യന്റ് ആക്കി എടുക്കുക, അവരെ കോമ്പിറ്റന്റ് ആക്കി എടുക്കുക, അവരെ സാറ്റിസ്ഫൈഡ് ആക്കി എടുക്കുക അല്ലെ, നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യുക, അവരെ എന്താ പറയുക കമ്പനിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ നോക്കാം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് HR ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട പ്രാധാന്യം എന്താണെന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിയുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാനും നമ്മൾ പറഞ്ഞല്ലേ. എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഓക്കെ, നമുക്കറിയാം ഓരോ എംപ്ലോയിയും അവർ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു പോകണം അല്ലെ. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട് എങ്കിലാണ് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. അവരെ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് അവരുടെ ഹാർഡ് വർക്കിനനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് അല്ലെ അങ്ങനെയൊക്കെ ലഭ്യമാക്കി കൊടുക്കുമ്പോൾ പലതരത്തിലുള്ള ബെനഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ വർക്ക് ലൈഫും മെച്ചപ്പെട്ടു പോകാനായിട്ട് സാധിക്കും. It enables a teamwork among employees by providing a healthy working environment. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു നല്ല ഒരു വർക്കിംഗ് എൻവയറമെന്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെ, എല്ലാവരൊക്കെ ആയിട്ട് പരസ്പരം നല്ല രീതിയിൽ സ്ഥാപിച്ചുകൊണ്ട് ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പോട് പോവുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം ഒരു ഗുഡ് വർക്കിംഗ് എൻവയറമെന്റ് ആണെന്ന് പറയാൻ സാധിക്കും. ശരിയല്ലേ? എപ്പോഴും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടുത്തെ വർക്കിംഗ് എൻവയറമെന്റ് കൂട്ടാന്ന് പറയുമോ? എപ്പോഴും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൂട്ടാന്ന് പറയുമോ? ഇല്ല അല്ലെ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അവിടെ നല്ല വർക്കിംഗ് എൻവയറമെന്റ് ആണ് പറയാൻ സാധിക്കും. അതായത് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത്. അപ്പൊ തീർച്ചയായിട്ടും നല്ല റിലേഷൻഷിപ്പ് പറയാനൊക്കെ എളുപ്പമാണ്. ഒരുപാട് എംപ്ലോയീസ് ഒക്കെ ഉള്ള കമ്പനി ഫേമൊക്കെ ഇൻ കേസ് ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമുക്കറിയാം അല്ലെ, സൂപ്പർവൈസേഴ്സും കമ്പനിയൊക്കെ തമ്മിൽ സ്റ്റാഫുകളൊക്കെ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയാണ് ഡിസ്റ്റർബൻസുകളൊക്കെ ഉണ്ടാകും. സോ മെയിൻ ആയിട്ട് ഇതെല്ലാം തന്നെ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. നോക്കാം. ഓക്കെ, അപ്പൊ പറയുമ്പോൾ ഇത് എളുപ്പമായിരിക്കും. പക്ഷെ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന വലിയ വലിയ ഓർഗനൈസേഷനിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിന് അതിനനുസരിച്ചിട്ടുള്ള റിസ്കുകളൊക്കെ അല്ലെ അവരെല്ലാവരും ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള കൈകാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു പ്രൊഫഷണൽ ഗ്രോത്ത് ഇൻ ദ ഫോളോയിങ് വേസ്. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്ത് വളർച്ച ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത്? പ്രൊവൈഡിങ് maximum opportunities for personal development of each employee. ഓക്കെ, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ മാത്രമേ ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള പെർമിഷൻ, ഡെലഗേഷൻ ഓഫ് അതോറിറ്റി അല്ലെ, നമുക്കറിയാം അധികാരങ്ങൾ വിട്ടു നൽകും. ഓക്കെ, എല്ലാ പ്രാവശ്യവും ഈ എംപ്ലോയിക്ക് തന്നെയാണ് ഈ അധികാരങ്ങൾ വിട്ടു നൽകണമെങ്കിൽ പ്രശ്നമാണ്. ശരിയല്ലേ? മാറി മാറിയൊക്കെ ലീഡർഷിപ്പ് വഹിക്കാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ അവരെ അലവ് ചെയ്യണം. രണ്ടുപേരില്ലേ? രണ്ടുപേരോ?
പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ പോകണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയൊക്കെ കൊടുക്കണം അല്ലെ. എപ്പോഴും ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല, ഒരു വിവേചനം പാടില്ല. എപ്പോഴും അവിടെ എന്താ പറയുക, അവർ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള വ്യക്തികൾ അല്ലെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള എംപ്ലോയീസിനോട് മാത്രം പ്രത്യേക പരിഗണനയൊന്നും കാണിക്കാൻ പാടില്ല അല്ലെ. എല്ലാവർക്കും മാക്സിമം എല്ലാ എംപ്ലോയീസിനും പലതരത്തിലുള്ള അവസരങ്ങൾ കൊടുക്കണം. ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ, അല്ലെങ്കിൽ ലീഡർഷിപ്പ് കൈകാര്യം ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ അല്ലെ, പല മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യാനുള്ള പവർ, അങ്ങനെ എല്ലാവർക്കും എല്ലാ എംപ്ലോയീസിനോടും ഒരുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൻറ്റെയിനിങ് ഹെൽത്തി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിഫറെന്റ് വർക്ക് ഗ്രൂപ്പ്സ്. ഓക്കെ, ഇത് നമ്മൾ എന്താ പറയാ, ഇൻഡിവിജ്വൽസിന് മാത്രമല്ല അല്ലെ, പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സ്ഥാപനമൊക്കെ ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റായിട്ടും നമുക്കറിയാം നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കണം. ഓക്കെ, അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അല്ലെ. നമ്മൾ ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അല്ലെ, എല്ലാവരെയും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴെന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റൊക്കെ ആയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ അവൈലബിൾ ആകും. സോ അവരൊക്കെ ഒരു നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ അവര് ഹാപ്പി ആയിരിക്കും അല്ലെ. ആ നമ്മുടെ സ്ഥാപനത്തില് നമുക്ക് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ട് എന്ന് പറയുന്നതില്, ഇങ്ങനത്തെയുള്ള സമയങ്ങളിലൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. അലോക്കേറ്റിംഗ് വർക്ക് പ്രോപ്പർലി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ചിലരോട് വളരെ ഒരുപാട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക, ചിലരെ കൊണ്ട് കുറച്ച് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക, ചിലർക്ക് ഒരുപാട് ഫ്രീഡം കൊടുക്കുക, അല്ലെങ്കിൽ ചിലർക്ക് ചില അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. അങ്ങനെയൊക്കെ പ്രത്യേകമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഒന്നും എടുക്കരുത് അല്ലെ. എല്ലാവരോടും ഒരുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു രീതി അവിടെ ഫോളോ ചെയ്യണം. ഓക്കെ, അലോക്കേറ്റിംഗ് വർക്ക് പ്രോപ്പർലി. എല്ലാവർക്കും വർക്കൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ കോർപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. ദെൻ പലതരത്തിലുള്ള മാക്സിമം ഓപ്പർച്യൂണിറ്റീസ്, പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെ, വ്യക്തിപരമായിട്ട് അവർക്ക് വികസിപ്പിച്ച് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും പ്ലാനുകൾ അല്ലെ, എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെ അവസരങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ എല്ലാവരൊക്കെ ആയിട്ട് നല്ല ഒത്തൊരുമയോട് കൂടി പ്രവർത്തിക്കാനായിട്ടുള്ള അവസരങ്ങളാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രൊഫഷന് ഒരു പ്രാധാന്യം കൊടുക്കുക. നമ്മൾ ഏത് പ്രൊഫഷനിലാണെങ്കിലും ആ പ്രൊഫഷനെ വിലമതിക്കുന്ന ഒരു രീതിയിൽ തന്നെ അവിടെ ഓരോ എംപ്ലോയിയോട് അല്ലെ പ്രവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സോ HRM ഡിപ്പാർട്ട്മെന്റ് ആ വക കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, എഫക്റ്റീവ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഹെൽപ്പ് ടു ഇംപ്രൂവ് ക്വാളിറ്റി വർക്ക് ലൈഫ് അല്ലെ. ക്വാളിറ്റി വർക്ക് ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ല മാനേജ്മെന്റ് റിസോഴ്സ് അല്ലെ, അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റിന്, അതായത് ഹ്യൂമൻ റിസോഴ്സ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇൻകേസ് ഏതൊക്കെ അവസരങ്ങളിലൂടെയാണ് ഇത് മെച്ചപ്പെടുത്താൻ സാധിക്കണേ എന്നുള്ള രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ അത് വെക്കാം. മാക്സിമം ഓപ്പർച്യൂണിറ്റീസ്, പേഴ്സണൽ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ എന്താ പറയുന്നത് നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് അല്ലെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിഫറെന്റ് വർക്ക് ഗ്രൂപ്പ്സ്, ദെൻ അലോക്കേറ്റിംഗ് വർക്ക് പ്രോപ്പർലി. ഒരു ഡിസ്ക്രിമിനേഷനും കൂടാതെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എല്ലാവരും കീപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. പേഴ്സണലി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളും കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല വർക്കിംഗ് എൻവയൺമെന്റ് ആണെന്ന് മനസ്സിലാക്കി എടുക്കാനും, അതുപോലെ തന്നെ അവർക്ക് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ആണ്. ഇനി സോഷ്യൽ സിഗ്നിഫിക്കൻസ്. എന്താണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? Social significance. Sound human resources management has a great significance for the society. It helps to enhance the dignity of labor in the following ways. നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായെങ്കിൽ അത് സൊസൈറ്റിക്കും ഗുണകരമാണ് അല്ലെ. നല്ല കമ്പനിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിയിലെ എംപ്ലോയീസിന് ഹെൽപ്ഫുൾ ആണ്, അവര് സാറ്റിസ്ഫൈഡ് ആണ്, അവര് നല്ല ഒരു
നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ ലിവിങ് അല്ലെ, ക്വാളിറ്റി ഓഫ് വർക്ക് ലിവിങ്സ് അവർക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ദെൻ സൊസൈറ്റിക്കും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാണ്. It helps to enhance the dignity of labor in the following ways: providing suitable employment that provides a social and psychological satisfaction to the people. ഓക്കെ, കമ്പനികൾ അവര് എടുക്കുന്നത് ഇപ്പൊ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കിയിട്ടല്ല, അവർക്ക് തോന്നുന്ന ഡ്യൂട്ടിയിലേക്കൊക്കെയാണ് കമ്പനികളിൽ ആപ്ലിക്കേഷൻസ് കൊടുത്താലും അവർ ഡ്യൂട്ടിക്ക് എടുത്ത് അവർക്ക് തോന്നുന്ന മാതിരിയാണെങ്കിൽ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? സൊസൈറ്റി സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ല, അല്ലെ? നമുക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിലായിരിക്കണം കമ്പനി തരേണ്ടത്. നമ്മുടെ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തൊഴിലുകളായിരിക്കണം കമ്പനി പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴെന്താണ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ? അപ്പൊ സൈക്കോളജിക്കലി ആ എംപ്ലോയി അല്ലെ, മാനസികമായിട്ടും ആ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് സൊസൈറ്റിയും ആ കമ്പനിയെ അംഗീകരിക്കും. Maintaining a balance between the available jobs and the job seekers based on numbers, qualifications, needs and aptitudes. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും റിലേഷൻഷിപ്പിന്റെ ഒക്കെ ബേസിൽ വലിയ തൊഴിലൊന്നും വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ പിടിച്ച് പോസ്റ്റ് ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ സമൂഹത്തിൽ തന്നെ അല്ലെ, നമുക്കറിയാം ആ കമ്പനിയോട് ഒരു നല്ലൊരു അറ്റാച്ച്മെന്റ് അല്ലെ, ഒരു നല്ലൊരു സൽപ്പേര് ഡിഗ്നിറ്റി ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. കാരണം ആ കമ്പനിയിൽ പ്രത്യേകിച്ച് നമ്മുടെ നല്ല ക്വാളിഫിക്കേഷനും നല്ല എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയീസിനൊന്നും അല്ല അവിടെ എടുക്കുന്നത്. പിന്നെയോ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടൊക്കെയാണ് അവിടെയുള്ള എംപ്ലോയീസിനെ അവിടെ കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ തീർച്ചയായിട്ടും ആ ഒരു രീതി ഫോളോ ചെയ്യാതെ എപ്പോഴും എങ്ങനെയുള്ള രീതി ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് a balance between the available jobs and the job seekers based on numbers, qualifications, needs and aptitudes. ഓക്കെ, ഓരോ എംപ്ലോയീസിന്റെയും ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള, നമുക്കറിയാം ഇപ്പോ വേക്കൻസി ഇപ്പോ ഒരുപാട് ഡ്യൂട്ടീസ് ഓവർലോഡ് ആയിട്ട് എംപ്ലോയീസിനെ കൊണ്ട് പണിയെടുപ്പിച്ചാലും എംപ്ലോയീസ് തയ്യാറാവും അല്ലെ. മാക്സിമം അവരെ കൊണ്ട് താങ്ങാവുന്നത്ര പണിയാണ് എടുപ്പിക്കേണ്ടത് അല്ലെ. അപ്പൊ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള വേക്കൻസി അവിടെ ക്രിയേറ്റ് ചെയ്യണം. ദെൻ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടാണ് കമ്പനികൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. Eliminating waste of human resources through conservation of physical and mental health. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ അല്ലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലെ അവിടെ അവരെ പരിഗണിക്കണം, ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെ പരിഗണിക്കണം. ദെൻ അതിനനുസരിച്ചിട്ട് ഇത് മാത്രമാണ് അവിടെ കൈകാര്യം ചെയ്തു പോകേണ്ടത്. അല്ലാതെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടായെങ്കിൽ അവിടേക്ക് എലിമിനേറ്റ് ചെയ്ത് കളയണം. എപ്പോഴും ഈ പറഞ്ഞ മാതിരി റിലേഷൻഷിപ്പ് എന്തിനേക്കെല്ലാം ബേസ് ചെയ്തിട്ട് വെറുതെ അവിടെ പോസ്റ്റ് ചെയ്ത് ആ എംപ്ലോയീസിനെ കൊണ്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാതെ മറ്റൊരു എംപ്ലോയീസിനെ കൊണ്ട് നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കോംപ്ലക്സുകൾ വരും. ഓക്കെ, സമൂഹം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള അവർക്ക് അനുയോജ്യമായിട്ടുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട് അവരെ ക്ഷണിക്കണമെന്നാണ്. ഓക്കെ, ആ രീതി തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടും HR ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കേണ്ടതാണ് അല്ലെ. നമ്മൾ ഈ പറഞ്ഞ മാതിരി ജോബ് സീക്കേഴ്സിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ സ്വീകരിച്ചിട്ട് അവിടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവർക്ക് ഓറിയന്റേഷൻ ഒക്കെ കൊടുത്ത് അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ആ ഒരു പ്രത്യേകമായിട്ടുള്ള സോഷ്യൽ സിഗ്നിഫിക്കൻസും നമുക്കറിയാം മറ്റൊരു ലെവലായിട്ടുള്ള കാര്യമായിട്ടാണ് ഇവിടെ എടുത്ത് പറയുന്നത്. തേർഡ് വൺ പറയുന്നത് ഇവിടെ നമ്പർ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. First one is significance of corporate, then second one is professional significance, third one is social significance, and fourth one national significance. Okay. Yes. താഴേക്ക് പോവുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ, സോഷ്യൽ സിഗ്നിഫിക്കൻസ്. ഓക്കെ, താഴേക്ക് നോക്കാം. നാഷണൽ സിഗ്നിഫിക്കൻസ്. Human resource and their management plays a vital role in the development of a nation. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ അല്ലെ അവിടെയുള്ള എല്ലാ ജീവനക്കാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെട്ട എന്താ പ്രത്യേകത? നാഷണൽ അതിന്റേതായിട്ടുള്ള ഗുണമുണ്ട് അല്ലെ. അവിടെ സാമ്പത്തിക അവസ്ഥയും മെച്ചപ്പെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം
ജീവനക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമ്പോഴാണ് സമൂഹത്തിലും അതിനനുസരിച്ചുള്ള വിനിയോഗവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. Effective and committed manpower is required for the effective exploitation and utilization of a country's natural, physical and economic resources. നമ്മൾ കമ്പനിയൊക്കെ ഫോം ചെയ്തിട്ട് ഫാക്ടറി അല്ലെങ്കിൽ ഫേമുകളൊക്കെ നമ്മൾ ഫോം ചെയ്തിട്ട് ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് ഫേസ് ചെയ്തൊക്കെ എംപ്ലോയീസിനൊക്കെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് അവര് നല്ല ക്വാളിഫൈഡും എക്സ്പീരിയൻസും ഒന്നും ആവില്ല. അപ്പൊ മാൻപവർ അല്ലെ അവരുടെ കൃത്യമായിട്ടുള്ള യൂട്ടിലൈസേഷൻ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഓർഗനൈസേഷന് നല്ല ബെറ്റർ റിസൾട്ട് നേടിക്കൊടുക്കാനായിട്ടും സാധിക്കില്ല. അതേസമയം നല്ല രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തി അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് അവരെ ഈ കോമ്പിറ്റന്റ് ആയിട്ടുള്ള മത്സരാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കി അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന അങ്ങനെ എന്തിനേയും ഫേസ് ചെയ്ത് ഓർഗനൈസേഷനെ മെച്ചപ്പെടുത്തി കൊണ്ടുവന്നാണ് ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന തീർച്ചയായിട്ടും നമുക്കറിയാം കൺട്രിക്കും അതിൻ്റെതായിട്ടുള്ള മെച്ചങ്ങൾ കിട്ടും അല്ലെ. അവരുടെ നാച്ചുറൽ ആയിട്ട് നമുക്കറിയാം നമ്മുടെ കൺട്രിയിൽ എന്തൊക്കെ അവൈലബിൾ റിസോഴ്സസ് ഉണ്ടോ അല്ലെ, ആ അവൈലബിൾ റിസോഴ്സസ് ഒക്കെ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഫിസിക്കൽ ആൻഡ് എക്കണോമിക് റിസോഴ്സസ് ഒക്കെ നമുക്കറിയാം നല്ല രീതിയിൽ സാമ്പത്തിക നിലവാരമൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ തീർച്ചയായിട്ടും HRM ഡിപ്പാർട്ട്മെന്റ് ഈ രീതിയിൽ പ്രോപ്പർ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്താലാണ് ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെ പ്രോപ്പർ ആയിട്ട് എഫിഷ്യന്റ് ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുവന്നാലാണ് ഓർഗനൈസേഷന് മെച്ചപ്പെട്ട ലെവലിൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നാഷനും അതിനനുസരിച്ചുള്ള പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. There are wide differences in the development between countries with similar resources due to difference in the quality of their people. നമുക്കറിയാം അത് വൈഡർ ആയിട്ടുള്ള ഒരു സ്കോപ്പാണ് അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് തീർച്ചയായിട്ടും കൺട്രികൾ തമ്മിൽ വരുമ്പോൾ. നമുക്കറിയാം ഓരോ രാജ്യത്തിന്റെയും റിസോഴ്സസിനനുസരിച്ചിട്ടാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ കൺട്രിയുടെ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ മാൻപവർ ശേഷിയൊക്കെ വളരെ കൂടുതലാണ്. പക്ഷെ അതിനനുസരിച്ച് തൊഴിലവസരങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരിയാണോ? നമ്മുടെ കൺട്രിയിൽ നിന്ന് എല്ലാവരും പോയി ജോലി ചെയ്യാനൊക്കെ ആയിട്ടാണ് ശ്രമിക്കുന്നത് അല്ലെ. തൊഴിലവസരങ്ങളൊക്കെ പ്രധാനമായിട്ട് ഇവിടെ സൃഷ്ടിക്കണം. അത് മാത്രമല്ല ഉള്ള ഫേമുകളിലൊക്കെ നല്ല കറക്റ്റീവ് ആയിട്ടുള്ള രീതികളിലൊക്കെ നമുക്കറിയാം ഈ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകണം. അങ്ങനെയാണെങ്കിലാണ് നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അവിടെ ക്വാളിറ്റി മെച്ചപ്പെടുന്ന അനുസരിച്ചിട്ട് തന്നെ പീപ്പിൾസിന്റെയും ക്വാളിറ്റി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുന്നു. നാഷനും അതിനനുസരിച്ചിട്ട് മുന്നേറാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഇത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു അല്ലെ, നമുക്കറിയാം അതിന്റെ വ്യാപ്തി ഒത്തിരി വലുതാണ്. നല്ല ഓപ്പറേറ്റേഴ്സ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സസിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അല്ലെ നല്ല രീതിയിൽ തന്നെ അവരെ സെലക്ട് ചെയ്ത് എംപ്ലോയ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയാലാണ് ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. Countries are underdeveloped because their people are backward. തീർച്ചയായിട്ടും നമുക്കറിയാം പീപ്പിൾസിന്റെ കയ്യിൽ അധികം സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും വികസിത രാജ്യമായിട്ടൊക്കെ പോകേണ്ടതായിട്ട് വരും. വികസിത രാജ്യത്തിലേക്ക് എത്തുന്നത് അവരുടെ കയ്യിലൊക്കെ അത്യാവശ്യം പണം സമ്പാദിക്കാനായിട്ടുള്ള ശേഷി ഉള്ളത് കൊണ്ടാണ് നമുക്കറിയാം ഡെവലപ്പ് ആയിട്ടുള്ള കൺട്രികളായിട്ട് മാറുന്നത്. The level of development in a country depends primarily on the skills, attitude and values of its human resources. ഓക്കെ, ഇനി ഇതിനുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ വികസിത രാജ്യം അല്ലെ, അത് എന്തിനൊക്കെയാണ് പ്രധാനമായിട്ട് ഡിപെൻഡ് ചെയ്യുന്നത്? സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ഇറ്റ്സ് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, ഹ്യൂമൻ നമ്മൾക്ക് പറഞ്ഞ മാത്രമേ അവര് പഠിച്ച് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ഒക്കെയാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള മടിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവൻ ക്വാളിഫൈഡ് ആയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ശരിയല്ലേ? ശരിയല്ലേ? ആണോ? ക്വാളിഫിക്കേഷൻ മാത്രമേ ഉണ്ടായത് കൊണ്ട് കാര്യമുണ്ടോ? നല്ല മനോഭാവമൊക്കെ വേണ്ടേ അല്ലെ? വർക്ക് ചെയ്യാനായിട്ടുള്ള നല്ല മനോഭാവമൊക്കെ വേണം. കേസ് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള സ്കില്ലുകളൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റികളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നേടി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സസ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അവനേക്കും അതിനനുസരിച്ചിട്ട് കൺട്രിക്കും അതിനനുസരിച്ചുള്ള പുരോഗതി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ മെയിൻലി ഡിപെൻഡ് ചെയ്യുന്ന കാര്യം അറിയാണ് സ്കിൽസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് ഓഫ് ഇറ്റ്സ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിന് ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും അതിൻ്റെതായിട്ടുള്ള വില കൽപ്പിക്കേണ്ടതുണ്ട്. മനോഭാവങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നല്ല കഴിവുകൾ അവരെ കണ്ടെത്തേണ്ടതുണ്ട്.
അല്ലെ? സാധാരണയായിട്ട് അവര് ഇന്ന കോഴ്സ് എടുത്തു, ഞാനും ഇന്ന കോഴ്സ് എടുത്തു, അല്ലെ? അങ്ങനെ എല്ലാവരും ഒരേപോലത്തെ തന്നെ കോഴ്സ് എടുത്ത് പഠിച്ചതുകൊണ്ടുള്ള കാര്യമില്ല, അല്ലെ? നമ്മൾ എപ്പോഴും ഡിഫറെന്റ് ആയിട്ടൊക്കെ ചിന്തിച്ച് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിനൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള കോഴ്സുകളൊക്കെ തെരഞ്ഞെടുത്ത് പഠിച്ച്, അത് മാത്രമല്ല പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു മനോഭാവം ഉണ്ടാവണം. ആ രീതിയിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമം ഉണ്ടാവണം, അല്ലെ? എല്ലാത്തിനും ഒരു മൂല്യം കൽപ്പിച്ചുകൊണ്ട് മുന്നേറുമ്പോഴാണ് തീർച്ചയായിട്ടും അവിടെ അതിനനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ കണ്ടെത്തി അതിലേക്ക് പോകാനും ഇൻകംസ് ഏൺ ചെയ്യാനും കൺട്രിക്കും അതിനനുസരിച്ചിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കുകയുള്ളൂ. Okay, effective management of human resources help to speed up the process of economic growth, which in turn leads to higher standards of living and fuller employment. Okay, അപ്പൊ ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് ഒരു കമ്പനിയിലേക്ക് നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റം ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? ഓക്കെ, നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിലൊക്കെ കണ്ടെത്തിയിട്ട് ഏറ്റവും ടാലന്റഡ് ആയിട്ട്, അല്ലെ? നമ്മൾ പല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ മാത്രം ക്വാളിഫിക്കേഷൻ മാത്രം പരിഗണിച്ചിട്ട് ജോലിയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല, അല്ലെ? അവരെ പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ വിധേയമാക്കിയിട്ട് അവരുടെ പലതരത്തിലുള്ള മനോഭാവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്, അല്ലെ? ഹ്യൂമൻ ബിഹേവിയർ ഒക്കെ ഡിഫറെന്റ് ആണ്. ഓരോ ബിഹേവിയർ ഒക്കെ അനുസരിച്ചിട്ട് അവർക്ക് എല്ലാം പെട്ടെന്ന് തന്നെ യുക്തിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടോ, വർക്കുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓക്കെ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അവിടെ ഇന്റർവ്യൂ ടെസ്റ്റുകളൊക്കെ നടത്തി അവരെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ തൊഴിലിടത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുമ്പോൾ എന്താ പ്രത്യേകത? നല്ല ഹൈ സ്റ്റാൻഡേർഡിനോട് കൂടിയിട്ട് റിസൾട്ട് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അവർക്കും അതിനനുസരിച്ചുള്ള കമ്പനിക്ക് അതിനനുസരിച്ചിട്ടുള്ള വേതനങ്ങൾ അവർക്ക്, അല്ലെ, കോമ്പൻസേഷൻ ആയിട്ട് പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അവരുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള ഫണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നാഷണൽ അതിനനുസരിച്ചുള്ള ഗുണം കിട്ടും. ഓക്കെ, അപ്പൊ എക്കണോമിക് ഗ്രോത്ത് എന്നതില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും അതിൻ്റെതായിട്ടുള്ള പങ്ക്. ഒക്കെയാണോ? അപ്പൊ HRM ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, ചിലപ്പോഴൊക്കെ HRM ഡിപ്പാർട്ട്മെന്റ് വിചാരിക്കുകയാണെങ്കിൽ ഇന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് ഇന്നവരൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിന്ന് ചില കൺട്രോളിംഗ് പവറുകളൊക്കെ ഉണ്ടല്ലേ? അവർ പറയും ഇന്ന ആൾക്കാരൊക്കെ സെലക്ട് ചെയ്യണം, അല്ലെ? ഇന്ന ആൾക്കാർക്കൊക്കെയാണ് അതിനുള്ള സാധ്യതകളൊക്കെ ഉള്ളൂ. ചിലരൊക്കെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടതൊക്കെ ആയിട്ട് വരും. സോ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം HRM ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു മീഡിയേറ്റർ ആയിട്ടേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെ? നല്ല നല്ല വശങ്ങളൊക്കെ ഇന്നതാണെന്ന് കൃത്യമായിട്ടൊക്കെ ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ അധികാരികളും പറയുന്നത് അനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്, അല്ലെ? പക്ഷെ മെയിൻ ആയിട്ട് നമുക്കറിയാം നല്ലൊരു അല്ലെ ഒരു ഫ്രീഡം തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ തൊഴിലുടമയുടെ ഭാഗത്തു നിന്ന് അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ HRM ഡിപ്പാർട്ട്മെന്റിന് നല്ല രീതിയിൽ തന്നെ ഹ്യൂമൻ ബീയിങ്ങിനെ കണ്ടെത്താനും വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് കണ്ടതെന്താണ് സിഗ്നിഫിക്കൻസ്, അല്ലെ? പ്രധാനം എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം എംപ്ലോയീസിനെ കണ്ടെത്തുകയും അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുമ്പോഴൊക്കെ, അല്ലെ, പലതരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് നമ്മൾ പലതരത്തിൽ നല്ല രീതിയിൽ തന്നെയായിരിക്കണം വേക്കൻസി കണ്ടെത്തേണ്ടത്, വേക്കൻസിക്ക് അനുയോജ്യപ്പെട്ട എംപ്ലോയീസിന്റെ ക്വാളിഫിക്കേഷൻ കണ്ടെത്തേണ്ടത്, റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്, സെലക്ഷൻ, ഓറിയന്റേഷൻ, പ്ലേസ്മെന്റ്, കോമ്പൻസേഷൻ, ഇതെല്ലാം നല്ല രീതിയിൽ, അല്ലെ, നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ട് വേണം ഇതെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. തന്നെ എംപ്ലോയീസിനൊക്കെ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, എല്ലാവരോടും ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ലാതെ നല്ല രീതിയിൽ എല്ലാവർക്കും തുല്യതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തു പോകാനുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യണം. അങ്ങനെ നമുക്കറിയാം നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, സമൂഹത്തിനും അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? എംപ്ലോയീസിനെ കൃത്യമായിട്ട് തന്നെ അവരുടെ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള ജോലികളൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ദെൻ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്ത്, അല്ലെ? അവരുടെ കൈകളിൽ ഫണ്ട് നമുക്കറിയാം നല്ല രീതിയിലുള്ള പാക്കേജുകളൊക്കെ അവൈലബിൾ ആകുമ്പോൾ ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെയും കയ്യിൽ അവരുടെ, അല്ലെ, ലിവിങ് എന്താണ് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ അതനുസരിച്ചിട്ട് കൺട്രിക്കും ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ദെൻ വീണ്ടും HRMന്റെ സ്കോപ്പിനെ തന്നെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അതിവിശാലമായിട്ട് കിടക്കുന്നതാണ്. കാരണം നമുക്കറിയാം
അവിടെ ഒരു അസറ്റ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള നല്ല ഡ്യൂട്ടി തന്നെയുണ്ട്. നമുക്കറിയാം ചെറിയ ഡ്യൂട്ടി ഒന്നല്ല, വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് ഹ്യൂമൻ ബീങ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ ആർക്കാർക്കും തടസ്സങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരെയും സാറ്റിസ്ഫൈഡ് ആക്കി നല്ല ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്. അതിന്റെ വ്യാപ്തിയും അതിനനുസരിച്ചിട്ട് വലുതാണ്. ഓക്കെ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു 7 പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. നോക്കാം. അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡർ, the scope of human resource management is a very wide. Okay, അതിനകത്തിന്റെ അഭിപ്രായത്തിലൊക്കെ നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു വിശാലമായിട്ട് കിടക്കുന്ന ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. ഇത് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഇതിൽ പ്രധാനമായിട്ട് പലതരത്തിലുള്ള ഫങ്ഷൻസുകളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റിംഗ് ജനറൽ ആൻഡ് സ്പെസിഫിക് മാനേജ്മെന്റ് പോളിസി ഫോർ ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പ് at establishing and maintaining a suitable organization for a leadership and cooperation. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരു സ്ഥാപനമാകുമ്പോൾ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കുറെ പോളിസികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുവരാം. അല്ലെ, നമ്മൾ ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ വയ്ക്കുന്നു, അതിന്റെ ഹൈറാർക്കി സിസ്റ്റം ഫോളോ ചെയ്യുന്നു, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റീസ്, പാർട്ട് ഓഫ് കൺട്രോള്, അങ്ങനെ പല തരത്തിലുള്ള പോളിസികൾ അവിടെ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. അല്ലേ, ശരിയല്ലേ? എന്താണെന്നൊക്കെ അറിയാവുന്നതല്ലേ? ഓക്കെ, ഷിഫ്റ്റ് ഡ്യൂട്ടികളുടെ ടൈം ഡ്യൂറേഷൻ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അതേമാതിരി തന്നെ എന്താണ് ഹൈറാർക്കി സിസ്റ്റം, അധികാരികൾ, താഴെയുള്ള അധികാരികൾ, അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഹൈറാർക്കി സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. സ്പാൻ ഓഫ് കൺട്രോൾ, അല്ലെ, ഒരു അധികാരിക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പരിധി, സ്റ്റാഫുകളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പരിധികൾ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അധികാരങ്ങൾ ആരിൽ നിന്ന് സ്വീകരിക്കണം എന്നതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പോളിസികൾ അവിടെ നടപ്പാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും HR ഡിപ്പാർട്ട്മെന്റ് നല്ല കരുതലോട് കൂടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നിയമ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. നമുക്കറിയാം നല്ല റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യണം, അല്ലെ, എല്ലാവരോടും. ഇൻ കേസ് സൂപ്പർവൈസറിന് അല്ലെ അവിടെയുള്ള അണ്ടറിലുള്ള സ്റ്റാഫുകൾക്കൊക്കെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. അല്ലാതെ ഒരുപാട് സ്ട്രെസ് കൊടുത്തിട്ട് ഈ കേസ് അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാത്ത ഒരു അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം സ്മൂത്ത് ആയിട്ട് പോകില്ല, അല്ലെ. കോൺഫ്ലിക്റ്റുകൾ വരാം, അല്ലെങ്കിൽ അവിടെയുള്ള സർവീസ് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് അവൈലബിൾ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരും. സോ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പോളിസികളെ മാനേജ് ചെയ്യണം. അതോടൊപ്പം തന്നെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. Then and establishing and maintaining a suitable organization for leadership and cooperation. എല്ലാവരോടും നല്ല ഐക്യത്തോടും എന്ന മെയിൻ ആയിട്ട് ലീഡ് ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെ മേൽനോട്ടത്തിൽ തന്നെ അവരുടെ പിന്നിൽ നിന്ന് ചലിക്കാവുന്ന രീതിയിൽ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് മെയിനായിട്ട് നമുക്കറിയാം അതിന്റെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്ന പോളിസികൾ, അതേമാതിരി തന്നെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. സെക്കൻഡ് വൺ പറയാണ് കളക്റ്റീവ് ബാർഗൈനിങ്, കോൺട്രാക്ട് നെഗോഷിയേഷൻ, കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. ഓക്കെ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഇതെല്ലാം ബെറ്ററാക്കി കൊണ്ടുപോകണം എന്ന് പറയുന്നത് എളുപ്പമാണ്, പക്ഷെ പ്രാവർത്തികമാക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, അല്ലെ, ശരിയല്ലേ? വലിയ വലിയ ഓർഗനൈസേഷനിൽ എല്ലാ എംപ്ലോയീസിനും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആണോ? റിസ്ക് പിടിച്ച കാര്യല്ലേ? എന്തെങ്കിലൊക്കെ തർക്കങ്ങൾ വന്നുകൂടെ? അല്ലേ, ഉണ്ട്, അല്ലെ? ഇടയ്ക്കൊക്കെ എന്തെങ്കിലൊക്കെ തർക്കങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ തർക്കങ്ങൾ വന്നാൽ എന്താ നമുക്കറിയാം, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം, അല്ലെ? ഈ പറഞ്ഞ മാത്രമേ അവിടെ ചിലപ്പോ യൂണിയനുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സ്ട്രൈക്കും ലോക്കൗട്ടൊക്കെ ആയിട്ട് ഒരുപാട് നാളൊക്കെ കമ്പനിയൊക്കെ കൂട്ടിക്കിട്ടുള്ള പോകേണ്ട അവസ്ഥ വന്നാൽ ഒരു 1-2 ദിവസം തന്നെ കമ്പനിയുടെ ആ ഒരു ചലനത്തിൽ എന്തെങ്കിലും ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല നഷ്ടമായിരിക്കും. സോ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ തന്നെ നല്ല രീതിയിലുള്ള ഒരു പോളിസികളൊക്കെ അവിടെയും ഫോളോ ചെയ്യണം, അല്ലെ? കളക്റ്റീവ് ബാർഗൈനിങ് ഈ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിലപേശി അതിന് അല്ലെ തീരുമാനങ്ങൾ എത്തിക്കാനായിട്ട് അതിനനുസരിച്ചുള്ള കോൺട്രാക്ട് നെഗോഷിയേഷൻ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കണം. ആ ചർച്ചയിലൂടെ ഏതെങ്കിലുമൊക്കെ കരാർ തീരുമാനങ്ങളൊക്കെ അവിടെ നടപ്പാക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ അല്ലെ നമുക്കറിയാം മേലധികാരികളെയൊക്കെ വിളിച്ചുകൂട്ടിയുടെ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കണം. പരാതികൾക്കൊക്കെ പരിഹാര മാർഗങ്ങളൊക്കെ തീർച്ചയായിട്ടും കണ്ടെത്തണം. സോ അവിടെ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടത് ആരായിട്ട് വരും? എംപ്ലോയീസും
അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരൊക്കെ ആയിട്ട് നമ്മള് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മീഡിയേറ്റർ ആയിട്ട് ആര് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും? ഏത് ഡിപ്പാർട്ട്മെന്റാണ് പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റാണ് പ്രവർത്തിക്കേണ്ടതായിട്ട് വരിക? ചർച്ചകളൊക്കെ സംഘടിപ്പിക്കാൻ HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് അവരുടെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ചർച്ചകൾ ഉണ്ടാക്കാനായിട്ടും അല്ലെങ്കിൽ കോൺട്രാക്ടുകളൊക്കെ രൂപീകരിക്കുന്നതിനൊക്കെ അല്ലെ അവിടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, അവരുടെ മധ്യസ്ഥനായിട്ട് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ തന്നെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനാണോ? നമ്മളെ കാണുന്നില്ല, അപ്പൊ ഒന്നിച്ച് മൂവ് ചെയ്യാനായിട്ടാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാഫിങ്, അതിന്റെ സ്കോപ്പ് നമുക്കറിയാം. അപ്പൊ തീരുമാനങ്ങൾ പോളിസികൾ എടുക്കുന്നതിൽ മാത്രമല്ല, നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിൽ മാത്രമല്ല, തീരുമാനങ്ങൾ എടുക്കുന്നതിലും ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിലും അല്ലെ കോൺട്രാക്ടുകളൊക്കെ രൂപീകരിക്കുന്നതിലൊക്കെ ഒരു പങ്കുണ്ട്. Then വീണ്ടും സ്റ്റാഫിംഗ് ദ ഓർഗനൈസേഷൻ, ഫൈൻഡിങ്, ടീച്ചിങ് ആൻഡ് ഹോൾഡിംഗ് പ്രിസ്ക്രൈബ്ഡ് ടൈപ്സ് ആൻഡ് നമ്പർ ഓഫ് വർക്കേഴ്സ്. നമുക്കറിയാം മാൻ പവർ ശേഷികൾ എവിടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ആവശ്യകത എന്താണെന്ന് കണ്ടെത്തി വേക്കൻസികൾ കണ്ടെത്തി റിക്രൂട്ട്മെന്റ് അതേപോലെ സെലക്ഷനും അല്ലെ അവിടെ ഇന്റർവ്യൂ ഒക്കെ കാര്യങ്ങളൊക്കെ നടത്തി പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ നിർവഹിക്കുക അല്ലെ. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻസ് ഒക്കെ നിർവഹിക്കേണ്ടതും HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അറിയാവുന്നതാണ് അല്ലെ? അടുത്ത പോയിന്റിലേക്ക് പോവാം. അസിസ്റ്റിംഗ് ദ സെൽഫ് ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസ് at all levels of providing opportunities for personal development and growth and helping them gain the necessary skills and experience. Okay, നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയതേ പറഞ്ഞു നിർത്തിയ ഭാഗം തന്നെയാണ്. അതായത് ഓരോ എംപ്ലോയീസിന്റെയും സ്കില്ല്, അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനായിട്ട് ഓരോ അവസരങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് പേഴ്സണലി ഡെവലപ്പ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അവരുടെ സ്കില്ല് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ അവൈലബിൾ ആക്കേണ്ടതും അത് തന്നെയാണ്. HR ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടൽ കൊണ്ടാണ് അവിടെ അവൈലബിൾ ആക്കേണ്ടത്. നമുക്കറിയായിരുന്നു ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ ഒരു വിവേചനവും ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകി അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അത് കൃത്യമായിട്ട് അവൈലബിൾ ആക്കേണ്ടതും HR ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. വീണ്ടും ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് മോട്ടിവേഷൻ ഫോർ വർക്കേഴ്സ് ബൈ പ്രൊവൈഡിംഗ് ഇൻസെന്റീവ്സ്. ഓക്കെ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ എന്നും വരാൻ അല്ലെ ആബ്സെന്റിസം കൂടാതെ അവിടെ എല്ലാ ദിവസവും വന്ന് അവരവരുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ അല്ലെ അതൊക്കെ പലതരത്തിലുള്ള ഇൻസെന്റീവ്സും കോമ്പൻസേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതും HR ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ, വീണ്ടും റിവ്യൂവിംഗ് ആൻഡ് ഓഡിറ്റിംഗ് മാൻ പവർ മാനേജ്മെന്റ് ഇൻ ദ ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും നമുക്കറിയാം അവലോകനം അവിടെയുള്ള മാൻ പവർ ശേഷി വിഭവശേഷി അത് ഏത് രീതിയിലൊക്കെയാണ് ബെറ്റർ ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്ത് പോകുന്നത്. അവർക്ക് കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ആരെങ്കിലും അശ്രദ്ധമായിട്ട് അലക്ഷ്യമായിട്ടൊക്കെ അവരുടെ ജോലി കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടോ, എവിടെയെങ്കിലൊക്കെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ടോ? സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ടതും മാനദണ്ഡീയമായ HR ഡിപ്പാർട്ട്മെന്റാണ്. നോക്കുക, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് റിസർച്ച്, carrying out a study designed to explain employee behavior and thereby affecting improvement in manpower management. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എപ്പോഴും റിസർച്ചുകൾ അല്ലെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ അതെങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം അല്ലെ. നല്ല രീതിയിൽ എംപ്ലോയീസിന് ബിഹേവ് ചെയ്യണം, അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് എഫിഷ്യന്റ് ആക്കി എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. നല്ല എഫക്റ്റീവ് ആയിട്ട് അവരെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നല്ല ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വരുന്ന മത്സരാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിലെയും ഫേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവരെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഏത് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. സോ അതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്ത് നല്ല എലിമിനേഷനൊക്കെ നടത്തി അതൊക്കെ അപ്ലൈ ചെയ്ത് അവരെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ചെറിയ കാര്യങ്ങളല്ല എന്താ പറയുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, നല്ല രീതിയിൽ വലിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ അപ്പൊ പ്രധാനമായിട്ടും നമുക്കറിയാം ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് എന്ന് പറയുന്നത്
ഏത് ബിസിനസ് ആണ് സർവീസ് ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്ത് പോകുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലുകളാണ് അല്ലെ. ഹോസ്പിറ്റലിൽ ഒരുപാട് എംപ്ലോയീസിനെ അവിടെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. അതും നല്ല കഴിവുറ്റ എംപ്ലോയീസിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. ഓക്കെ, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള സേവനങ്ങളാണ് അവർ കാഴ്ചവെക്കണമെങ്കിലാണ് അവിടെയുള്ള എല്ലാ പേഷ്യൻസും അവിടേക്ക് വരുള്ളൂ അല്ലെ. അല്ലെങ്കിൽ പേഷ്യൻസ് ആയിട്ട് മറ്റു ഹോസ്പിറ്റലുകൾ പോകാനായിട്ട് താല്പര്യമായിട്ട്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള HR ഡിപ്പാർട്ട്മെന്റ് മെയിനായിട്ട് നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വലിയ വലിയ കമ്പനികളിലെല്ലാം തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന നമ്മളുടെ ഈ പരിസരത്ത് കൂടുതലും അല്ലെ ഹോസ്പിറ്റലുകളുടെ കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ വലിയ വലിയ കമ്പനികളുള്ള എറണാകുളം സൈഡ് അല്ലെ ഒരു വലിയ വലിയ ടൗൺ ഏരിയകളിലൊക്കെ ഇതേമാതിരി തന്നെ ഹ്യൂമൻ ബീയിങ്ങിനെ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെയും തീർച്ചയായിട്ടും നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് നല്ല അല്ലെ ക്രൂഷ്യലായിട്ട് തന്നെ അവര് നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്തിട്ട് കൈകാര്യം ചെയ്യും. ഓക്കെ, അപ്പം കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ കേസ് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പാക്കേജുകൾ, അവരുടെ കോമ്പൻസേഷൻ പാക്കേജുകൾ, അതല്ലെങ്കിൽ അവര് എന്തെങ്കിലുമൊക്കെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ ചിലതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകും അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും പോകാതെ എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ ആയിട്ട് കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമാണ് എഫിഷ്യന്റ് ആയിട്ട് ഓരോ ഹ്യൂമനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള വ്യാപ്തിയാണ്. അത് പ്രധാനമായിട്ടും ആരുടെ അഭിപ്രായത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പറയുന്നത്? അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡറിന്റെ അഭിപ്രായത്തിലുള്ള അല്ലെ അവിടെ സ്കോപ്പിനെ കുറിച്ചിട്ടാണ് താഴേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഒരു 7 പോയിന്റ്സുകൾ ഇവിടെ പറഞ്ഞു. പോളിസികൾ തുടങ്ങി കളക്ടീവ് ബാർഗെയിനിങ്, സ്റ്റാഫിങ്, അതേപോലെ തന്നെ സെൽഫ് ഡെവലപ്മെന്റ് കാര്യങ്ങൾ, അതേപോലെ മോട്ടിവേഷൻ കാര്യങ്ങൾ, മാനേജ്മെന്റ് അല്ലെ അവിടെ എന്തെങ്കിലും ഓഡിറ്റിംഗ്, റിവ്യൂവിംഗ്, കൺട്രോളിംഗ് കാര്യങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ അതുപോലെ തന്നെ റിസർച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ ഫൈനലൈസ് ആയിട്ട് അല്ലെ ലാസ്റ്റ് പ്രധാനമായിട്ട് അവിടെ എടുത്തു പറയുകയുണ്ടായി. ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ടുകൾ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെയാണോ? നെക്സ്റ്റ് താങ്ക് യു.